മൂക്കൊലിപ്പ്, തുമ്മൽ, തലവേദന ഇത് വെറും ഒരു ജലദോഷമാണോ അതോ അലർജിയാണോ? പലപ്പോഴും ഇത് തമ്മിൽ നമുക്ക് മാറിപ്പോകാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ശരീരം നൽകുന്ന ചില സൂചനകൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് നോക്കാം. പൊടിയടിക്കുമ്പോഴോ, കാലാവസ്ഥ മാറുമ്പോഴോ, പെർഫ്യൂം മണക്കുമ്പോഴോ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ലക്ഷണങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അത് അലർജി ആകാനാണ് സാധ്യത. എന്നാൽ ഒപ്പമുള്ള ആർക്കെങ്കിലും അസുഖം ഉണ്ടാവുകയും അത് പതുക്കെ നമ്മളിലേക്ക് പകരുകയും അത് 2-3 ദിവസം കൊണ്ട് കൂടുകയാണെങ്കിൽ അത് ജലദോഷം, കോമൺ കോൾഡ് ആവാനാണ് സാധ്യത. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇവയാണ്. അലർജിയുടെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിർത്താതെയുള്ള തുമ്മൽ, മൂക്കിലും കണ്ണിനും ചൊറിച്ചിൽ അനുഭവപ്പെടുക, കണ്ണ് ചുവക്കുകയോ വെള്ളം വരികയോ ചെയ്യുക, മൂക്കിൽ നിന്ന് വെള്ളം പോലെ ദ്രാവകം വരിക. സാധാരണയായി പനി ഉണ്ടാവാറില്ല. ആഴ്ചകളോ മാസങ്ങളോ ഇത് നീണ്ടു നിൽക്കാം. അടുത്തത് നമുക്ക് ജലദോഷം, കോമൺ കോൾഡ്. അതിന്റെ വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ദേഹവേദനയും ക്ഷീണവും കൂടുതലായിരിക്കും. നല്ല ബോഡി പെയിനും ഭയങ്കര വീക്ക്നെസ്സും ഉണ്ടാവും. നേരിയ പനി ഉണ്ടായേക്കാം. തൊണ്ടവേദനയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. മൂക്കിൽ നിന്നുമുള്ള ദ്രാവകം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കട്ടിയുള്ളതോ മഞ്ഞ നിറത്തിലേക്കോ ആകാം. സാധാരണയായി 5 to 7 ദിവസങ്ങളിൽ ഇത് ഭേദമാകാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ അലർജി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. എന്നാൽ ജലദോഷം ഒരാളിൽ നിന്ന് മറ്റാളിലേക്ക് വളരെ എളുപ്പത്തിൽ പടരാം. പലരും അലർജിയെ ജലദോഷമാണെന്ന് കരുതി ആന്റിബയോട്ടിക്കുകൾ കഴിക്കാറുണ്ട്. എന്നാൽ അലർജിക്ക് ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് ഫലമില്ല എന്ന് ഓർക്കുക. നിങ്ങൾക്കിടയ്ക്കിടയ്ക്ക് തുമ്മൽ, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ കണ്ണ് ചൊറിച്ചിൽ എന്നിവയുണ്ടെങ്കിൽ അത് വെറും ഒരു ജലദോഷം എന്ന് കരുതി തള്ളിക്കളയരുത്. ഇത് അലർജിക് റൈനൈറ്റിസ് ആവാൻ സാധ്യതയുണ്ട്. ഇതിന് കൃത്യമായ ചികിത്സ തേടുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കൂ. നിങ്ങളുടെ ലക്ഷണങ്ങളുടെ യഥാർത്ഥ കാരണം തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കും.